ഹലോ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പൂരത്തിൻ്റെ കുറച്ച് സമയം ഇതൊക്കെ ഉച്ച കഴിഞ്ഞിട്ടുള്ള ആ ഒരു നേരത്താണ് കേട്ടോ, ഒരു 4 മണി ആവാറായിട്ടോ അപ്പോൾ ഈ നേരം. അപ്പോൾ നമ്മൾ പൂരത്തിന് പോകണോ പോകണ്ടേ വെച്ചിട്ടുള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ എല്ലാവരും. കാരണം എല്ലാവർക്കും വയ്യ. അമ്മ പറഞ്ഞു അമ്മ ഇല്ല, രണ്ടമ്മമാരും ഇല്ല പറഞ്ഞു. നിങ്ങൾ വേണമെങ്കിൽ പൊക്കോ കുട്ടികളതിനായിട്ട് പറഞ്ഞു. ഋതുവിനെ ഇവിടെ നിർത്തിക്കോ. അപ്പം ഋതുവിനെ ഞാൻ ഉറക്കിയിട്ടാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ. അങ്ങനെ അഞ്ജുവിനും വയ്യ, അവൾക്കും നല്ല ചുമയും തലവേദനയൊക്കെ ആയിട്ട് അവളും ഇല്ല പറഞ്ഞു. അപ്പോൾ ഞാനും എൻ്റെ ചേട്ടനും കൂടിയിട്ട് 2 പിള്ളേരേനായിട്ട് പോയിട്ടാണ്, മിഹുവിനി സുന്ദരനായിട്ട്. അപ്പോൾ അവിടെ എത്തി പകുതി വണ്ടി അവിടെ വെച്ചിട്ടാട്ടോ ഞങ്ങൾ നടന്നു. ഇനിയിപ്പോൾ അവിടെ കുറച്ചും കൂടി ഞങ്ങൾ ഫ്രണ്ടിലേക്ക് പോയാൽ ബ്ലോക്ക് ആയാലോ എന്ന് വിചാരിച്ചിട്ട് വണ്ടി അവിടെ വെച്ചിട്ട് നടന്നു. അപ്പോൾ ഇപ്പോൾ ആനപ്പൂരാണ് കേട്ടോ ഉണ്ടാവുക. ഇതൊരു 4 മണി 5 മണി നേരത്ത് ആനപ്പൂരാണ്. വൈകുന്നേരമാണ് മറ്റേ ഈ തെയ്യം അങ്ങനത്തെ പോലത്തെ സംഭവങ്ങളൊക്കെ വൈകുന്നേരം കേട്ടോ, ലൈറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ആ പരിപാടി. അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ നമ്മുടെ പാറപ്പുറം വിഭാഗം ശരിക്കും ആ പന്തലിൽ കറക്റ്റ് അവിടെ എത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവിടെ കണ്ടു നിന്നു. അതിൻ്റെ ഇടയിൽ ചിത്താട്ടിനെയും സുന്ദരനെയും കാണാണ്ടായിട്ടോ. സുന്ദരൻ പെട്ടെന്ന് ഇങ്ങോട്ട് ആനേനെ കണ്ടപ്പോൾ ഓടിപ്പോയി. അപ്പോൾ ഞാനും മിഹും കുറച്ച് നേരം അവിടെ സ്റ്റക്കായി. പിന്നെ ഞങ്ങൾ അവരെന്നെ ഫോൺ വിളിച്ചിട്ട് കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം അങ്ങോട്ട് ഉള്ളിലേക്ക് മാറി നിൽക്കാൻ വിചാരിച്ചിട്ട് അങ്ങോട്ട് നിന്നു. അവിടെ എത്തിയപ്പോൾ തന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ മിഹു പറഞ്ഞു എനിക്ക് മറ്റേ ചില്ലി ഗോബി കഴിക്കണം. ഇത് അങ്ങോട്ട് നടന്നു പോകുമ്പോൾ ഇതൊക്കെ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ തിരിച്ചു പോകുമ്പോഴേ വാങ്ങിക്കുള്ളൂ, ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ പിന്നെ അവിടെ നിൽക്കാൻ സമ്മതിക്കില്ലല്ലോ. അപ്പോൾ ഞാൻ എന്നെയും കൂട്ടിയിട്ട് അവൾ നടന്നു കേട്ടോ. അവിടെ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സുന്ദരനെ ഉറങ്ങി. ഞങ്ങൾ ചില്ലി ഗോബി കഴിച്ചിട്ട് അങ്ങോട്ട് തിരിച്ചു പോയി. സുന്ദരൻ മുന്നേ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജിത്താട്ട് അവിടെ അടുത്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ മിഹു പറഞ്ഞു ഇതെന്ത് പൂരം, ഇതൊന്നും എനിക്ക് കാണണ്ട, ഞാനിനി വൈകുന്നേരം വരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് മിഹുവിന് സുന്ദരനെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീട്ടിൽ കൊണ്ടാക്കിട്ടോ. അത് കഴിഞ്ഞിട്ട് ജിത്താട്ടൻ പറഞ്ഞത് ഋതുവിനായിട്ട് ഒന്നും കൂടി പോവാ, ഋതു കണ്ടിട്ടില്ലല്ലോ. അവിടെ എത്തിയപ്പോൾ എൻ്റെ അപ്പോൾ ഋതുവിന് ഞങ്ങൾ ഈ യൂണിഫോം തയ്ച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാലത്തിട്ട് കൊടുക്കാൻ ഞാൻ മറന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഏട്ടൻ്റെ പൂരം ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഋതു മുകളിൽ മറ്റേ ഹൈഡ്രജൻ ബലൂണില്ലേ ഈ ഓരോ മോഡൽ ഇപ്പോഴത്തെ ഒരു ഇതുണ്ടല്ലോ, അത് കണ്ടിട്ട് അത് വേണം പറഞ്ഞിട്ട് എല്ലാവരുടെ കയ്യിലുണ്ടല്ലോ ആ ഹൈഡ്രജൻ ബലൂൺ. ഓരോ എന്താ പറയുക ഈ ഡോൾഫിൻ പിന്നെ അങ്ങനെ കുറേ കുട്ടികളുടെ കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ നിൽക്കണ കാണാണ്ട്. അപ്പോൾ കുട്ടിക്ക് അത് വേണം പറഞ്ഞപ്പോൾ അത് പറഞ്ഞാൽ വാങ്ങിക്കൊടുത്തു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അതിൻ്റെ പിന്നാലെ കുറച്ച് നേരം കളിച്ചു കേട്ടോ. പിന്നെ ജിത്തേട്ട അവൻ എടുത്ത് നിന്ന കാരണം എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. പിന്നെ എന്താ വെച്ചാൽ ഈ തൊപ്പി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ തൊപ്പിയൊക്കെ വലിച്ചൂരാനും പിന്നെ നല്ല മഞ്ഞൊക്കെ അല്ലേ, അപ്പോൾ ഞാനത് കാരണം തൊപ്പി വെച്ച് കൊടുത്തേ. അപ്പോൾ ഈ തൊപ്പിയൊക്കെ വലിച്ചൂരാനും താഴ്ത്തിക്ക് ഇടാനൊക്കെ തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഇനി ഇവിടെ അധികം നേരം നിന്നാൽ ശരിയാവില്ല, നമുക്ക് വീട്ടിലേക്ക് പോവാം പതുക്കേന്ന്. ഇനിയിപ്പോൾ പറ്റുകയാണെങ്കിൽ വൈകുന്നേരത്ത് വരാലോ വിചാരിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഡോൾഫിനെയൊക്കെ എടുത്തിട്ട് ഞാനും ജിത്താട്ടിനും പതുക്കെ അങ്ങനെ വീട്ടിലേക്ക് നടന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.